അമേരിക്കയിലെ മധ്യ ടെക്സസിനെ ആകെ വിഴുങ്ങിയ മിന്നൽ പ്രളയം അതിഭീകരമായ ദുരന്തമാണ് വിതച്ചത്. മിനിറ്റുകൾക്കകം ഭൂമിയെ വെള്ളം വിഴുങ്ങുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. സാധാരണ ശാന്തമായി ഒഴുകുന്ന ഗുവാഡലൂപ്പ് നദി 45 മിനിറ്റിനുള്ളിൽ 26 അടിയിലധികം ഉയർന്നത് സ്ഥിതി അതീവ ഗുരുതരമാക്കി. ഈ മഹാദുരന്തത്തിൽ ഇതുവരെ 59 പേർ മരിച്ചുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 27 പെൺകുട്ടികളടക്കം നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്നും കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത കുറഞ്ഞു വരികയാണെന്നും അധികൃതർ അറിയിക്കുമ്പോൾ ദുരന്തമുഖത്ത് നിന്ന് ഉയരുന്നത് നിലവിളികൾ മാത്രമാണ്. ഈ മിന്നൽ പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ടെക്സസിലെ കെർ കൗണ്ടിയിലാണ്. ഇവിടെ 15 കുട്ടികളടക്കം 43 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ട്രാവിസ് കൗണ്ടിയിലും നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നതായിരുന്നു. ഇന്നും കനത്ത മഴ തുടരുകയാണ്. കൂടുതൽ പേരെ നഷ്ടമായി. മരണസംഖ്യ ഇപ്പോൾ 59ആയി. ഇത് ഇനിയും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ദുരന്തത്തിന്റെ തീവ്രത എത്ര വലുതാണെന്ന് അടിവരയിടുന്നു. കെർ കൗണ്ടിയിലെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലൂടെ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. നൂറുകണക്കിന് പേർ താമസിച്ചിരുന്ന ഈ ക്യാമ്പിൽ നിരവധി കുടുംബങ്ങൾ ട്രെയിലർ വീടുകൾക്കുള്ളിൽ കുടുങ്ങുകയും ആളുകൾ വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും ചെയ്തു. ഏകദേശം 2 ഡസനോളം ക്യാമ്പംഗങ്ങളെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ക്യാമ്പിൽ നിന്നുമുള്ള 27 പെൺകുട്ടികളെയാണ് കാണാതായത്. അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും കണ്ണീരോടെ പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുകയാണ്. കാണാതായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദുരന്തം നടന്ന് 3-ാം ദിവസവും കാണാതായവർക്കുള്ള തിരച്ചിൽ നിർത്താതെ തുടരുകയാണ്. ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് മേധാവി നിം കിഡിന്റെ നേതൃത്വത്തിൽ വ്യോമ കരജലമാർഗങ്ങളിലൂടെയുള്ള സംഘങ്ങൾ ഗുവാഡലൂപ്പ് നദിയുടെ തീരങ്ങളിൽ അരിച്ചുപെറുക്കുകയാണ്. കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താനുള്ള പ്രതീക്ഷ കൈവിടുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഓരോ മണിക്കൂർ കഴിയും തോറും ആ പ്രതീക്ഷ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി വെള്ളത്തിനടിയിലായിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജീവനോടെ ആളുകളെ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണെന്ന് രക്ഷാപ്രവർത്തകർക്കിടയിൽ സംസാരമുണ്ട്. കാണാതായവരെ കണ്ടെത്തും വരെ തിരച്ചിൽ തുടരുമെന്ന് നിംകിഡ് ഉറപ്പു നൽകുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ്. വീടുകൾ നിന്നിരുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് തറകൾ മാത്രം ബാക്കിയായിരിക്കുന്നു. ജീവന്റെ തുടിപ്പുണ്ടായിരുന്ന വീടുകൾ വെറും അവശിഷ്ടങ്ങളായി പുഴയുടെ തീരങ്ങളിൽ കൂമ്പാരമായി കിടക്കുന്നു. രക്ഷാപ്രവർത്തകർ വീടുകളുടെ മേൽക്കൂരകളിൽ നിന്നും മരങ്ങളിൽ നിന്നുമെല്ലാം ആളുകളെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന കാഴ്ചകൾ ഹൃദയഭേദകമാണ്. ഒഴുകി നടക്കുന്ന വീടുകളും കാറുകളും പലയിടത്തായി അടിഞ്ഞുകൂടിയ കെട്ടിടാവശിഷ്ടങ്ങളും ദുരന്തത്തിന്റെ വ്യാപ്തി വിളിച്ചോതുന്നു. ശനിയാഴ്ച കെർവില്ലയിൽ സാധാരണയായി ശാന്തമായി ഗുവാഡലൂപ്പ് നദി അതിവേഗത്തിൽ ഒഴുകി ചെളിവെള്ളവും കാറിന്റെയും വീടിന്റെയും അവശിഷ്ടങ്ങൾ നിറഞ്ഞൊഴുകിയപ്പോൾ അവിടം ഒരു നരക തുല്യമായ കാഴ്ചയായി മാറി. നാഷണൽ വെതർ സർവീസ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമിതമായ ഒഴുക്ക് നദികളിലും തോടുകളിലും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലും വീണ്ടും വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മഴവെള്ളം വലിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡുകൾ അസാധാരണമല്ല. എന്നാൽ സമീപ വർഷങ്ങളിൽ മനുഷ്യ ഇടപെടൽ മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനം, വെള്ളപ്പൊക്കം, വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ തുടങ്ങിയ അതിതീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ പതിവാക്കുകയും തീവ്രമാക്കുകയും ചെയ്യുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. ടെക്സസിലെ ഈ ദുരന്തം കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭീകരമായ മുഖം വീണ്ടും നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. മുൻപില്ലാത്ത വിധം അപ്രതീക്ഷിതവും തീവ്രവുമായ കാലാവസ്ഥാ സംഭവങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിനെ നേരിടാൻ കൂടുതൽ ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളും തയ്യാറെടുപ്പുകളും ആവശ്യമാണെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കെർ കൗണ്ടിയിലെ ക്രിസ്ത്യൻ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വെള്ളപ്പൊക്ക ദുരന്തമല്ല, മറിച്ച് ഒരു തലമുറയുടെ നഷ്ടമാണ്. കുട്ടികളെയും കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ദുരിതം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഓരോ ദിവസവും കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുമ്പോൾ രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം പോലും കാണാനില്ല. ടെക്സസ് ജനതയ്ക്ക് ഈ ദുരന്തത്തിൽ നിന്നും കരകയറാൻ ഏറെ സമയം വേണ്ടിവരും. അവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താൻ രാജ്യാന്തര സഹായവും മാനസിക പിന്തുണയും അത്യന്താപേക്ഷിതമാണ്. ഈ ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന്. അതേസമയം ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഭീകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈ പ്രളയം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ടെക്സസ് ദുരന്തത്തിൽ ആഴ്ന്നിരിക്കുമ്പോൾ ലോകം മുഴുവൻ അവരുടെ വേദനയിൽ പങ്കുചേരുന്നു. ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാനും കാണാതായവരെ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. എങ്കിലും ഈ ദുരന്തത്തിന്റെ മുറിവുകൾ ടെക്സസിന്റെ മണ്ണിൽ മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലും കാലങ്ങളോളം അവശേഷിക്കും.